എവ്രിവൺ, LRDIയുടെ ഫൗണ്ടേഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ വൊക്കാബുലറി എന്ന ഒരു സെഷനാണ്. സോ LRDI അതായത് ലോജിക്കൽ റീസണിങ് ആൻഡ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ റീസണിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിൽ നിന്നും നമ്മുടെ കാറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സെഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ CAT 2026 ആകുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ കോൺഫിഡൻറ്റ് ആകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട. സോ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫൗണ്ടേഷൻ സീരീസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് LRDIയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആക്ച്വലി വായിക്കുക, അതിൽ നിന്നും നമുക്ക് കൺക്ലൂഷൻസിലേക്ക് എങ്ങനെ എത്താൻ പറ്റും തുടങ്ങിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ സെഷനാണിത്. സോ നമ്മളിതിനെ ലോജിക്കൽ വൊക്കാബുലറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വൊക്കാബുലറി നിങ്ങൾക്കറിയാം കൂടുതലും ഇംഗ്ലീഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. സോ ബേസിക്കലി ലോജിക്സിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടേംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ആക്ച്വൽ മീനിങ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സെഷനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ഫൗണ്ടേഷൻ സീരീസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോ ഞാൻ പറയാം. നമ്മുടെ ആദ്യത്തെ സെഷൻ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളെ കൈ പിടിച്ച് ഓരോ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. ഇവിടെ ലോജിക്കൽ റീസണിങ്ങിലൊക്കെ നമുക്ക് വേണ്ടത് കുറേ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു മാത്സിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് പോലെ ഒരു അപ്രോച്ച് അല്ല നമുക്കിവിടെ വേണ്ടത്. ഇവിടെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ക്ലിയർ ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അതായത് ഇങ്ങനെ ഒരു കൺസ്ട്രെയിൻറ്റ് നമ്മൾ കേൾക്കുമ്പോൾ ഓക്കെ അതിൻ്റെ മീനിങ് ഇതാണ്, ഈ കണ്ടീഷൻ കൊണ്ട് നമുക്ക് മറ്റേ കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. സോ അതിനുള്ള ക്ലിയർ തിങ്കിങ്ങിന് നിങ്ങളെ എങ്ങനെ കേപ്പബിൾ ആക്കാം, അതാണ് നമ്മൾ ഈ ഒരു സീരീസിൽ കൂടുതലും ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഏറ്റവും ബേസിക് ലെവലിൽ നിന്നും യു ക്യാൻ സേ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച്. അത്ര ബേസിക് ലെവലിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ മാത്സ് പോലെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കേസല്ല. മാത്സ് കൂടുതലും ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ വരുന്നുണ്ട്, പക്ഷേ ലോജിക്കൽ റീസണിങ്ങിൽ ഒരുപാട് മാത്സിൻ്റെ അങ്ങനെ ഒത്തിരി നമ്മൾ കാണാറില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് LRDI എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ വെച്ചിട്ടാണ്. LRDI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോജിക്കൽ റീസണിങ് ആൻഡ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. അതിൽ LR ആണ് ഈ ലോജിക്കൽ റീസണിങ്. അപ്പോൾ നമുക്ക് LRDIയിൽ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന് ലോജിക്കൽ റീസണിങ്ങിൻ്റെ പ്യുവർ റീസണിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇനി ചിലപ്പം പ്യുവർ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ട്, അതായത് ഇപ്പം ലോജിക്കൽ റീസണിങ്ങിൻ്റെ കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ടാകും, ഡേറ്റ ടേബിൾ ഉണ്ടാകും. അതിൽ ഡേറ്റ കമ്പൈൻ ചെയ്യേണ്ടത് ഈ ലോജിക്കൽ ക്ലൂസ് വെച്ചിട്ടായിരിക്കും. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. പക്ഷേ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്യുവർ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് വരികയാണെങ്കിൽ വളരെ എളുപ്പമാണ് ആക്ച്വലി സോൾവ് ചെയ്യാൻ, കുറച്ച് മാത്സ് അറിഞ്ഞാൽ മതി. പക്ഷേ റീസണിങ്ങിൽ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യുന്ന ഒരൊറ്റ രീതിയിൽ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്റ്റുഡൻസിനും എന്താണ് നമ്മൾ നോക്കേണ്ടത്, അതായത് വാട്ട് ടു ലുക്ക് ഫോർ എന്ന കാര്യം അറിയില്ല. ഒരുപാട് ഇൻഫർമേഷൻ, അതായത് ഒരുപാട് ക്ലൂസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ എല്ലാം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് നെസസറി. നിങ്ങൾ കാറ്റിൻ്റെ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും നിങ്ങൾക്ക് അവിടെ റിഡണ്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാണാൻ പറ്റും. അതായത് ഒരു ക്ലൂവിൽ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും വേറൊരു ക്ലൂവിൽ തന്നിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ അനലൈസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം അവിടെ അത്രയും വേസ്റ്റ് ആകും. സോ ഇൻഫർമേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഐഡിയ പല സ്റ്റുഡൻസിനും ഇല്ല. ആൻഡ് ദാറ്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ദാറ്റ് ദിസ് ഈസ് എ വെരി ഒത്തിരി ആൾക്കാർ പേടിക്കുന്ന സബ്ജക്റ്റ് ആവാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. സോ ഇതിൽ ചെറിയ ചെറിയ ടേമുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ആൻഡ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ബട്ട് ആയിരിക്കും. ഇവിടെ ആൻഡ് ആൻഡ് ബട്ട് വരുന്ന മീനിങ് അല്ല നമ്മളിവിടെ ദാറ്റും വിച്ചും യൂസ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെറിയ വേർഡ്സിൽ വരുന്ന വ്യത്യാസം കാരണം പോലും നമുക്ക് അവിടെ ക്ലൂസ് കറക്റ്റ് മനസ്സിലാവാതെയും വരികയും അത് ബേസ്ഡ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റാണ്ട് വരും. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ റീസൺ. ആൻഡ് ദ മെയിൻ തിങ് ഇസ് ഇങ്ങനെ ഒരു സെറ്റ് കണ്ട ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് നമുക്ക് ആക്ച്വലി ഒരു ഐഡിയയും കിട്ടില്ല. നിങ്ങളിപ്പം ഫ്രഷ് ആയിട്ട് കാറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് 2026 എക്സാമിന് വേണ്ടി എന്ന് വിചാരിച്ചോ, ഫസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഐഡിയ ഓണസ്റ്റ്ലി നമുക്ക് കിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ
നിങ്ങൾ ഇപ്പം ഒരു ബേസിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഏറ്റവും ഫ്രഷർ ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനെപ്പറ്റി നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല അല്ലെ. ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, ഇതുപോലെയാണ് ടേബിൾസ് ഫോം ചെയ്യേണ്ടതെന്നൊരു ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവുന്നത് ടോട്ടലി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെയാണ് നോർമലി എല്ലാവരും ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ്. പക്ഷേ ഐ ഹാവ് ടു ടെൽ യു, ഇതെല്ലാം എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സെഷൻ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു സെഷൻ കുറച്ച് റെക്കോർഡ് ക്ലാസ്സസ് ആണ് വരുന്നത്. ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾ കാറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നോ. മൈ ആൻസർ ഇസ് ആൻ ഓണസ്റ്റ് നോ, ഡെഫിനറ്റ്ലി. പക്ഷേ ഇതിന്റെ ലാംഗ്വേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ 8 റെക്കോർഡഡ് സെഷൻസും കൊണ്ട് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ആ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ആൻഡ് ഓൾസോ ഇപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിലും അതിൽ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ചെറിയ സ്റ്റേറ്റ്മെന്റ്സിനെ പിക്ക് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വലിയ സ്റ്റേറ്റ്മെന്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം, നമുക്കൊരു വലിയ പസിൽ വന്നാലും അതിനെ ഒരു ടേബിൾ ആക്കി മാറ്റാനൊരു രീതിയുണ്ട്. എല്ലാ പസിൽസിനും നമുക്ക് ഒറ്റയടിക്ക് ഒരു ടേബിൾ ആക്കാൻ പറ്റില്ല. ടു ബി ഫ്രാങ്ക്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. സോ നമുക്ക് പല ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താലാണ് ആ ഇൻഫർമേഷൻ എങ്ങനെ നമുക്ക് സ്ട്രക്ചർ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു LRDIന്റെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി ഒരു ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൽ കണ്ടുപിടിക്കേണ്ടത് അതിലെ വേരിയബിൾസ് ഏതൊക്കെയാണ്, അതിലെ കണ്ടീഷൻസ് ഏതൊക്കെയാണ്, അത് ബേസ്ഡ് ആയിട്ട് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. അതിനുശേഷം സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. സോ ഇത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഡോണ്ട് വറി, വിൽ ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ. സോ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഇൻ ദിസ് സെഷൻ നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേർഡ്സിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ LRDIന്റെ സെറ്റുകളെ ഡിഫിക്കൽട്ട് ആക്കുന്ന ഒരു സാധനമാണ് അതിന്റെ വേർഡ്സ് എന്ന് പറയുന്നത്. ചിലപ്പം ഒൺലി ആയിരിക്കും, ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഓർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോർമലി എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിച്ചാൽ ഐ പ്രിഫർ ടീ ഓർ കോഫി എന്ന് പറയാം അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ആലോചിക്കാത്ത ഒരു കണ്ടീഷനാണ് ചായയും കാപ്പിയും എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഓറിന്റെ മീനിങ് ഇത് രണ്ടും കൂടി വരുന്നു എന്ന് കൂടി വരുന്നുണ്ട്. ഓക്കെ. സോ ദോസ് ആർ ദി കൺഫ്യൂസിങ് വേർഡ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള ടേമുകൾ കൊണ്ട് അതിന്റെ മീനിങ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ക്ലിയർ ആയിട്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായാലാണ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്ന വേർഡ് ആൻഡ് ആണ്. വളരെ സിമ്പിൾ ആണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും നോർമലി വരാത്തൊരു വേർഡാണ് അല്ലെ. A and B ആർ സെലക്റ്റഡ് എന്ന് വെച്ചാൽ എന്താ, എനെയും സെലക്ട് ചെയ്തു, ബിനെയും സെലക്ട് ചെയ്തു. സോ ഇവിടെ A മാത്രമല്ല B മാത്രമല്ല, രണ്ടുപേരും ഇല്ലാത്ത കണ്ടീഷനും അല്ല. ഇവിടെ ഇറ്റ് ബോത്ത് മസ്റ്റ് ഹാപ്പൻ. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. സോ ഇത് നിങ്ങൾക്ക് കാറ്റിന്റെ ലെവലിലേക്ക് പോകുമ്പോഴേക്കും അവിടെ കൺഫ്യൂഷൻസ് വരും. പക്ഷെ ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് ഓരോന്നിൻ്റെയും റിയൽ ലൈഫ് എക്സാമ്പിൾസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻഡിൻ്റെ ഒരു എക്സാമ്പിൾ, യു നീഡ് യുവർ ID കാർഡ് ആൻഡ് ഹോൾ ടിക്കറ്റ് ടു എൻ്റർ ദി എക്സാം ഹോൾ. ആലോചിച്ച് നോക്കിക്കേ, ID കാർഡും വേണം, ഹോൾ ടിക്കറ്റും വേണം. ID കാർഡ് മാത്രം ഉണ്ടെങ്കിൽ എക്സാം ഹോളിൽ കയറാൻ പറ്റുമോ? ഇല്ല. ഹോൾ ടിക്കറ്റ് മാത്രമാണെങ്കിൽ പറ്റുമോ? ഇല്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്തായാലും പറ്റില്ല. സോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് എക്സാം ഹോളിൽ കയറാൻ പറ്റുള്ളൂ. സോ ദ ഐഡിയൽ മീനിങ് ഇസ് ബോത്ത് ആർ കമ്പൽസറി. ഓക്കെ. ഇനി അതുപോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ് ഓർ എന്ന് പറയുന്നത്. സോ A or B is selected. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, A or B is selected എന്ന് പറയുമ്പോൾ എനെ സെലക്ട് ചെയ്യാം, ബിനെ സെലക്ട് ചെയ്യാം, രണ്ടുപേരെയും സെലക്ട് ചെയ്യാം. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമുക്ക് രണ്ടുപേരെയും സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ കൂടെ വരികയാണ്. ഇവിടെ നോക്കുക, A ഒന്നെങ്കിൽ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ ബോത്ത്, ഇത് മൂന്നും ഓറിൽ പെടുന്നതാണ്. ഇനി either A or B is selected but not both, രണ്ടുപേരും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്ക്ലൂസീവ് ഓർ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ദിസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നോർമൽ ഓർ എന്ന് വെച്ചാൽ A or B or both, ഇത് മൂന്നും വരുന്നുണ്ട്. അതേസമയം എക്സ്ക്ലൂസീവ് ഓർ ആണെങ്കിൽ ബോത്ത് ഒരിക്കലും വരില്ല. അപ്പോൾ അതിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, യു ക്യാൻ പേ യൂസിങ് ക്യാഷ് ഓർ UPI. ക്യാഷ് അല്ലെങ്കിൽ UPI കൊടുക്കാം. അപ്പോൾ ജനറലി നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ക്യാഷ് കൊടുക്കും അല്ലെങ്കിൽ UPI കൊടുക്കും.
പക്ഷേ ഇമാജിൻ നിങ്ങളുടെ കയ്യിൽ ആദ്യം 500 റുപ്പീസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇമാജിൻ, ഓക്കെ, ഒരു സിറ്റുവേഷൻ. നിങ്ങളുടെ ടോട്ടൽ ബില്ല് 517 റുപ്പീസ് ആയെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 500 റുപ്പീസും പിന്നെ ബാക്കി നിങ്ങൾ കൊടുക്കേണ്ടത് 17 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കുകയാണ്, ഓക്കെ, എൻ്റെ കയ്യിൽ ഈ 500 ഉണ്ട്, അക്കൗണ്ടിൽ പൈസ കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ കയ്യിലുള്ള 500 നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുത്ത് ബാക്കി 17 രൂപ UPI ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഇവിടെ കുറച്ച് നിങ്ങൾ ക്യാഷും കൊടുത്തു, കുറച്ച് UPI യിലും പേ ചെയ്തു എന്നാണ്. സോ ഇൻ ദ സെയിം മാനർ ഇവിടെ ഓർന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി എയ്തർ വൺ ഓർ ബോത്ത്. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എക്സ്ക്ലൂസീവ് ഓർ. ക്ലിയർ ആയല്ലോ? സോ അണ്ടർസ്റ്റാൻഡ്, ഈ ടേംസിന്റെ മീനിങ്ങുകൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം ആണ് ഓൺലി. ഓൺലി ഈസ് വെരി ഈസി അല്ലേ? നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ക്ലിക്ക് ആവുന്ന ഒരു കാര്യമാണ് ഓൺലി. കാരണം എന്താ, അതിൽ ഒരുപാട് സബ്സിഡിയറി കേസസ് ഇല്ലാത്തത് കൊണ്ട്. ഓൺലി എന്ന് വെച്ചാൽ അത് മാത്രം എന്നുള്ള ഒരു ഒറ്റ മീനിങ് മാത്രമാണ് ഈ ഓൺലിക്കുള്ളൂ. സോ ഓൺലി എ സെലക്ട് എന്ന് വെച്ചാൽ എ മാത്രം സെലക്ട് ചെയ്തു, വേറെ ഒന്നിനെയും ഇവിടെ സെലക്ട് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ, ഓൺലി സ്റ്റാഫ് മെമ്പേഴ്സ് ആർ അലൗഡ് ഇൻസൈഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഹോട്ടൽ റൂമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കിച്ചൻ്റെ അവിടെ സ്റ്റാഫ് ഓൺലി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താ സംഭവം, സ്റ്റാഫിന് മാത്രമാണ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാഫ് അല്ലാത്ത ആർക്കും, വിസിറ്റേഴ്സിനോ അല്ലെങ്കിൽ ഇവിടെ ഈ കേസിലാണെങ്കിൽ സ്റ്റുഡൻസിനോ അങ്ങനെ വേറെ ആർക്കും എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഓൺലി എന്നതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി അതിൽ തന്നെ ഡിഫറൻസ് വരുന്ന വേറൊരു സാധനമാണ് ഓൺലി ഇഫ്. എന്താണ് ഈ ഓൺലി ഇഫ്? എങ്കിൽ മാത്രം, ഇത് ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യൂ, അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കൂ. എ is selected only if B is selected. എന്ന് വെച്ചാൽ എന്താണ്, എ സെലക്ട് ചെയ്യപ്പെടുന്നത് ബി സെലക്ട് ചെയ്താൽ മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? സോ അതിൻ്റെ അർത്ഥം ഇവിടെ എ is selected if B is selected എന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ഹാപ്പൻ ചെയ്താൽ മാത്രമാണ് എക്ക് സംഭവിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എക്ക് അവിടെ സംഭവിക്കാൻ പറ്റില്ല. സോ എ ഡിപ്പെൻഡ്സ് ഓൺ ബി. പക്ഷെ ബി ഡിപ്പെൻഡ്സ് ഓൺ എ ആണോ? അല്ല. ബി ഇനി സെലക്ട് ചെയ്തില്ലെങ്കിലോ? എയും സെലക്ട് ആവില്ല. യെസ്, പക്ഷേ ഇനി ബി സെലക്ട് ചെയ്താൽ മാത്രമാണ് എ സെലക്ട് ആവുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സബ്സിഡിയറി കേസും കൂടി വരുന്നുണ്ട്. ബി സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് കരുതി എ അങ്ങോട്ട് പോകണമെന്നില്ല. ക്ലിയർ ആയോ? സോ അപ്പോൾ ഇഫ് എ ഹാപ്പൻസ് ബി മസ്റ്റ് ഹാപ്പൻ. എ വരണം എന്നുണ്ടെങ്കിൽ ബി എന്തായാലും വരണം. പക്ഷേ ബി വന്നു എന്ന് വിചാരിച്ച് എ അവിടെ എന്തായാലും വരണം എന്ന് നിർബന്ധമില്ല. ക്ലിയർ ആയല്ലോ? സോ അങ്ങനെ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ കൂടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിലിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. യു ക്യാൻ എൻറ്റർ ദി പാർക്ക് ഓൺലി ഇഫ് യു ഹാവ് ദ ടിക്കറ്റ്. അതായത് പാർക്കിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഉണ്ടെങ്കിലാണ് അകത്ത് കയറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വണ്ടർല പോലുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചോ, ഓൺലി ഇഫ് യു ഹാവ് ദ ടിക്കറ്റ് യു ആർ അലൗഡ് ടു എൻറ്റർ. പക്ഷെ ടിക്കറ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ പോകണമെന്നുണ്ടോ? നോട്ട് നെസസറി അല്ലേ? അതേ കേസാണ് ഓൺലി ഇഫിൽ വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പല കടകളിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ തരും. എസ്പെഷ്യലി റിലയൻസ് ട്രെൻഡ്സ് ഒക്കെ അല്ലെങ്കിൽ സൂഡിയോ ഒക്കെ പോലത്തെ പ്ലേസസിൽ നമുക്ക് ഇങ്ങനെ ഒരു 500ൻ്റെ ഒരു കൂപ്പൺ തരും അല്ലേ? നെക്സ്റ്റ് പർച്ചേസിൽ നിങ്ങൾക്ക് 500 റുപ്പീസ് ഓഫ് കിട്ടും അല്ലേ? അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 റുപ്പീസ് കിട്ടും. പക്ഷെ അത് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ പോകണമെന്ന് നിർബന്ധമില്ല. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഓൺലി ഇഫ്. ക്ലിയർ? സോ ഇതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ടേമാണ് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് എന്ന് വെച്ചാൽ പ്യോർലി അതിന്റെ മീനിങ് മിനിമം എന്നാണ്. അറ്റ്ലീസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾവേസ് ഈക്വൽ ടു മിനിമം. സോ അറ്റ്ലീസ്റ്റ് 2 people are selected എന്ന് വെച്ചാൽ മിനിമം 2. ഇറ്റ് ക്യാൻ ബി എനി നമ്പർ അബവ് 2, പക്ഷേ മിനിമം ഷുഡ് ബി 2. ക്ലിയർ? ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ് അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ അറ്റ്ലീസ്റ്റ് 2 members ആർ റിക്വയർഡ് ടു ഫോം എ ടീം. 2 പേരെങ്കിലും ഉണ്ടെങ്കിലാണ് അതൊരു ടീം ആവുള്ളൂ അല്ലേ? അപ്പോൾ ഇറ്റ് ക്യാൻ ബി 2, 3, 4, ഇറ്റ് ക്യാൻ ബി എനി നമ്പർ, ബട്ട് ഇറ്റ് ഷുഡ് ബി എ മിനിമം ഓഫ് 2. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് എങ്ങനെയാണോ മിനിമം ആവുന്നത്, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മാക്സിമം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ആണ് ഇവിടെ മാക്സിമം എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. യു ക്യാൻ വിത്ഡ്രോ അറ്റ്മോസ്റ്റ് 20,000 per day ഫ്രം ആൻ ATM. പക്ഷേ നിങ്ങൾക്ക് ഒരു ATM ന്ന് 20,000 വിത്ഡ്രോ ചെയ്യാം.
പക്ഷേ ഇന്ന് നിങ്ങൾ വിഡ്രോ ചെയ്യാതെയും ഇരിക്കാം അല്ലേ. അതായത് 90,999 വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, അല്ലെ അപ് ടു 20,000 വരെ വിഡ്രോ ചെയ്യാം. അതിന്റെ അർത്ഥം 1 തൊട്ട് 20,000 വരെയുള്ള ഏത് നമ്പറും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ബട്ട് ഇറ്റ് ക്യാൻ ബി 0 ഓൾസോ. സോ ഇവിടെ ഇറ്റ് ക്യാൻ ബി 0 എന്ന് പറയുന്ന ഒരു കേസ് കൂടി വരുന്നുണ്ട്. ഇതും നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻസ് ഇങ്ങനെ അറ്റ്മോസ്റ്റ് എന്ന് വെച്ചാൽ മാക്സിമം, പിന്നെ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം, അങ്ങനെ ഡെഫിനിഷൻസ് ജസ്റ്റ് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ കാറ്റിന്റെ ചോദ്യങ്ങൾ ഒരിക്കലും ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടല്ല വരിക അല്ലെ. ഇതുപോലെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കാമേ. ഒരു ചോദ്യം: A student can enter the exam hall only if they have their ID card and hall ticket. അപ്പോൾ ആൻഡിന്റെ കൂടെ ഏതൊക്കെ വന്നു? only if വന്നു. ക്ലിയർ? Ravi has his ID card but forgot his hall ticket. What will happen? രവിക്ക് ID കാർഡ് ഉണ്ട്, ഹോൾ ടിക്കറ്റ് മറന്നുപോയി. ഇവിടെ എന്താ പറഞ്ഞേ? ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് പോകാൻ പറ്റുള്ളൂ. സോ ക്യാൻ രവി എൻറ്റർ? നോ, ഡെഫിനറ്റ്ലി നോ. സോ രവി കനോട്ട് എൻറ്റർ എന്ന് പറയണതായിരിക്കും ഇതിന്റെ ശരി ഉത്തരം. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം: ലൈബ്രറി റൂൾ സ്റ്റേറ്റ്സ് only registered members can borrow books. Riya is not a registered member. What is true? Only registered members can borrow books. എന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് മെമ്പേഴ്സിന് മാത്രമേ ബുക്ക് ബോറോ ചെയ്യാൻ പറ്റൂ. പക്ഷെ റിയ രജിസ്റ്റേർഡ് മെമ്പർ അല്ല, പിന്നെ റിയയ്ക്ക് ബോറോ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നോ. സോ നമ്മുടെ ആൻസർ ഏതാണ്? നോ, ഷീ കൻ നോട്ട് ബോറോ ബുക്സ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം: A student can participate in a competition only if they have submitted the form. Arjun has not submitted the form. What is true? He can participate, he cannot participate, he may participate, cannot be determined. ഇതിൽ ഏതാണ് ആൻസർ വരിക? ഒരു ആൾക്ക് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഫോം എന്തായാലും സബ്മിറ്റ് ചെയ്തിരിക്കണം. അർജുൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഹി കനോട്ട് പാർട്ടിസിപ്പേറ്റ്. സോ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ചിന്തിച്ച് ചെയ്യുക. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഹോംവർക്ക് ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഐ വോണ്ട് യു ഗൈസ് ടു പോസ് ദ വീഡിയോ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനുശേഷം ഞാൻ പറയുന്നത് കേൾക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത്: A student can choose at most 2 electives. Which of the following is not allowed? ഒരു സ്റ്റുഡൻറ്റിന് അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞേ? അറ്റ്മോസ്റ്റ് മീൻസ് മാക്സിമം അല്ലെ. മാക്സിമം 2 ഇലക്ടീവ്സ് സെലക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ അലൗഡ് അല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അലൗഡ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെയാ നമുക്ക് അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ പറ്റുക? ആലോചിച്ച് നോക്കിക്കേ. അറ്റ്മോസ്റ്റിന്റെ മീനിങ് എന്തായിരുന്നു? നമ്മൾ പഠിച്ച എക്സാമ്പിൾ ATM എക്സാമ്പിൾ അല്ലെ. അപ് ടു 20,000 rupees. It can be 20,000, 19,000. It can be any value ranging from 1 to 20,000, but it can be 0 also. So, 1 രൂപ എടുത്തില്ലെങ്കിലും ആ കാർഡിന്റെ ലിമിറ്റ് 20,000 തന്നെയാണ്. സോ അപ്പൊ ഇവിടെ 1 സബ്ജക്ട് അലൗഡ് ആണോ? യെസ്. 2 സബ്ജക്ട് അലൗഡ് ആണോ? യെസ്. 0 സബ്ജക്ട് അലൗഡ് ആണോ? ഇവിടെയാണ് നമുക്ക് കോൺട്രഡിക്ഷൻ വരുന്നത്. ഇപ്പം ഒരു സ്റ്റുഡൻറ്റിന് മാക്സിമം 3 ഇലക്റ്റീവ് അല്ലെങ്കിൽ 2 ഇലക്റ്റീവ് എടുക്കാന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ വിചാരം എന്താ? നമ്മൾ ഫസ്റ്റ് ആലോചിക്കുന്നത് എന്താ? അയാൾ 1 ഇലക്റ്റീവ് അല്ലെങ്കിൽ 2 ഇലക്റ്റീവ് എന്തായാലും എടുത്തിരിക്കുന്നതാണ് അല്ലേ. ഒന്നും എടുക്കില്ല എന്ന് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യില്ല. പക്ഷേ ഈ കണ്ടീഷനിൽ അറ്റ്മോസ്റ്റ് മാക്സിമത്തിൽ ഇവിടെ 0യും പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ATM എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ക്ലിയർ? സോ അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അലൗഡ്, ഇതിൽ പോസിബിൾ അല്ലാത്തത് 3 സബ്ജക്ട്സ് മാത്രമാണ്. അതിന്റെ റീസൺ എന്താ? ഇവിടെ അറ്റ്മോസ്റ്റ് മാക്സിമം 2 എണ്ണം മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച വാക്കുകൾ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ആൻഡ് എന്താന്ന് പഠിച്ചു, അതിനുശേഷം ഓർ എന്താന്ന് പഠിച്ചു, only എന്താന്ന് പഠിച്ചു, only if എന്താന്ന് പഠിച്ചു, അതിനുശേഷം അറ്റ്മോസ്റ്റും നെക്സ്റ്റ് അറ്റ്ലീസ്റ്റും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ ഒക്കെ നമ്മുടെ സിറ്റുവേഷൻസിൽ വരുമ്പം അതിൻ്റെ മീനിങ് ആണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പം ബിഗിനർ, അതായത് ഫസ്റ്റ് തൊട്ട് പഠിക്കുന്ന ഒരു ആളാണെങ്കിൽ അത് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാം അതിൻ്റെ മീനിങ് ഒക്കെ. പക്ഷേ
അതിനേക്കാൾ ഉപരി ക്വസ്റ്റ്യൻസിന്റെ കോണ്ടെക്സ്റ്റിൽ, അതായത് ഇതുപോലെയുള്ള വേർഡ് ബേസ്ഡ് ചോദ്യങ്ങളിലായിരിക്കും നമുക്ക് എപ്പോഴും വരിക. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും കാറ്റിൽ വരില്ല. ഇത് ഒരു പസിലിന്റെ ഒറ്റ ഒരു സെന്റൻസ് ആയിട്ട്, അതായത് ഒരു 10 സെന്റൻസസ് ഉള്ള ഒരു പസിലിന്റെ 1 സെന്റൻസ് ഒക്കെ ആയിട്ട് ഈ ഒരു സെന്റൻസ് വരാം. ആ സ്റ്റുഡൻറ് ക്യാൻ ചൂസ് അറ്റ്മോസ്റ്റ് 2 electives. അപ്പോൾ ഈ അറ്റ്മോസ്റ്റിൽ 0 വരും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തില്ലെങ്കിൽ അവിടെ നമുക്ക് നമുക്ക് ആ ഒരു കേസ് എടുക്കില്ല, നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ജസ്റ്റ് എൻ ഇൻട്രൊഡക്ടറി സെഷൻ. എന്താണ് ലോജിക്കൽ റീസണിങ് എന്നതിൻ്റെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു പസിൽ എടുത്ത് അത് സോൾവ് ചെയ്യുകയൊന്നുമല്ല ചെയ്യുന്നത്. ആ പസിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഇൻട്രൊഡക്ഷൻ ടു ദ ടേംസ് യൂസ്ഡ് ഇൻ ദി പസിൽസ്. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമെന്റ്സിലൂടെ എഴുതി അറിയിക്കാം. അപ്പോൾ LRDIയുടെ ഫസ്റ്റ് സെഷനാണിത്. നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും, അതായത് ഇത്രയും കൂടെ താഴ്ന്ന ലെവലിലേക്ക് പോകണോ, അതോ ലെവൽ കൂട്ടണോ, ക്വസ്റ്റ്യൻസ് കൂട്ടണോ, സ്പീഡ് കൂട്ടണോ, കുറയ്ക്കണോ, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും പ്ലീസ് ഫീൽ ഫ്രീ ടു റൈറ്റ് ടു അസ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത സെഷനിൽ ഇതിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് വീണ്ടും കാണാം.